അമ്പലക്കര മൂട് കണ്ടാ ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമളന, പല കാമിനിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരനാ. ആ കേട്ടില്ലേ പത്തനാപുരം കോഴി കോഴി പത്തനാപുരം പത്തനാപുരത്ത് ആരാ കാല് പിടിച്ചത്? ഗോവിന്ദൻ പോയി കാല് പിടിച്ചോ പിണറായി പോയി കാല് പിടിച്ചോ? അദ്ദേഹം അവരെ ഭാര്യ ഭർത്താക്കന്മാരെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഇടപെടാൻ നാണമില്ലേ? ഉളുപ്പില്ലേ? നാട്ടുകാരെ നിങ്ങൾക്ക് നാണമുണ്ടോ മാനമുണ്ടോ? ലിങ്കുണ്ടോ നാണമുണ്ടോ മാനമുണ്ടോ ലിങ്കുണ്ടോ എടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ടോ? അതൊക്കെ അത് കാണിച്ചായിരുന്നെങ്കിൽ അവര് ഭാര്യ തെളിവുണ്ട് അവര് മനസ്സിലായില്ലേ? ഭാര്യയുടെ കയ്യിൽ തെളിവുണ്ട്. ഭാര്യ അത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ നാറ്റക്കേസ് ആകുമെന്നുള്ളത് കൊണ്ട് പാർട്ടി ഇടപെട്ട് കാല് പിടിച്ച് കോംപ്ലിമെന്റ്സ് ആക്കി. അതെ, പിന്നെ നിന്നിപ്പിൽ ബിന്ദു മേനോൻ വന്ന് പറയുന്നു ടേട്ടായിയോട് എനിക്ക് പ്രണയം മാത്രമാണെന്ന്. അതെ, ഇട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അപ്പൊ ഈ അടുത്തവരുടെ മറ്റേ വീട്ടിലെ ചട്ടിയും കൊലവും തട്ടിമുട്ടിയിരിക്കുമ്പോ നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അയ്യോ, അടുത്തവരുടെ വീട്ടിലെ ചട്ടിയും കൊലവും തട്ടിമുട്ടി അല്ലല്ലോ വരുന്നത്. അവിഹിതമല്ലേ? അവിഹിതം. കല്യാണം കഴിയാത്ത ഒരു MLA നാട് നീളെ പീഡിപ്പിച്ചുകൊണ്ട് നടന്നു. കല്യാണം കഴിഞ്ഞ ഒരുത്തനായിരുന്നു ഇവിടെ മറ്റേ പണിക്ക് പോയത്. അത് പിന്നെ കോംപ്ലിമെന്റ് ആയി. അതെ, നമ്മളിടുമ്പോൾ ബെർമൂഡ, മറ്റവരിട്ട വള്ളിക്കള്ളസം. പക്ഷേ ഇതൊക്കെ സഹിക്കാം. ഈ ഗണേഷ് കുമാറിനെ കുറ്റം പറഞ്ഞ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് കല എന്തൊക്കെ പറയുന്നു. അല്ല, യോഗ്യത ഉണ്ടോ മിസ്റ്റർ നിങ്ങൾക്ക് ഇത് പറയുന്നത്? അല്ല, രണ്ടും കൂടെ ആകുമ്പോ കണക്കാ. ഒരു കയറിൽ കേട്ട കണക്ക് അല്ല, ബയോളജി ആയതാ പ്രശ്നമായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയല്ലേ ഗണേഷ് മന്ത്രിയല്ലേ അയാളെന്താ KSRTC ആണോ കൈ കാണിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ. അവൻ അങ്ങനെ പറഞ്ഞു മങ്ങാണ്ടി. അതവിടെ നിൽക്കട്ടെ, നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടം അവിടെ നിർത്തോ. നമ്മൾ ഗണേശന്റെ കാര്യം പറയുമ്പോൾ എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിൽ? അയ്യോ, നമുക്കിവിടെ നിങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിന്റെ ഒന്നും ചോദിക്കാനല്ല ഉള്ളത്. നമുക്ക് നിങ്ങളോട് വേറെ കുറെ കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. എവിടെ നിങ്ങളുടെ ധാർമ്മികത? ധാർമ്മികത ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലാണല്ലോ ഇത് ഇങ്ങനെ. രാഹുൽ തന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ ഇന്നോട് രാഹുലിന്റെ കാര്യം പറയല്ലോ. ആ കോഴിയെ ഞങ്ങൾ പണ്ടേ വിട്ടതാ. രാഹുൽ ആഘോഷിക്കണതെന്ന് അവരാഘോഷിക്കും. അതങ്ങനെയാണല്ലോ വരുന്നത്. അല്ല, ശ്രീമതി അളന്നു കഴിഞ്ഞില്ലേ? ഈ തീവ്രത അങ്ങോട്ട് അളന്നില്ലേ? സഖാത്തികൾ എവിടെ? കോഴിക്കോട് അടച്ചോ? കോൺഗ്രസിന് യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങളുടെ കാര്യം പണയടാ ഇവിടെ നിന്നോണ്ട് കുറെ നേരമായി. അത് പിന്നെ പ്രണയം. അതെ, മനുഷ്യർ ഭ്രാന്തുള്ളവരാണെന്നാണ് പണ്ടാരോ പറഞ്ഞിട്ടുള്ളത്. ആരോ പറഞ്ഞു എന്നും വെച്ചോണ്ട് 5000 പേരെ പ്രണയിക്കുന്നതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വേറെ പേരാ പറയുന്നത്. അതിന് പ്രണയം ഒന്നുമല്ല പറയുന്നത്, കുത്തിക്കഴപ്പെന്നൊക്കെ പറയും. ഇവിടെ മാധവിക്കുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയ്യയ്യേ, മാധവിക്കുട്ടിയും ഗണേഷ് കുമാറിനെ ഒക്കെ നിങ്ങൾ ഒരു ഇതിൽ വെച്ച് നോക്കരുത് കേട്ടോ. അത് പിന്നെ പ്രണയമില്ലാത്തവർക്ക് തലയ്ക്ക് സുഖമില്ല. അന്ന് പൂരത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. പൂരത്തിലോ? അല്ല, പൂരത്തിൽ. അതെ, ഞാൻ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. വാജ്പേയി 5000 പേരെയോ? ഒരാളാണ്. 5000 പേരെ പ്രണയിച്ചായിരുന്നു. മാധവിക്കുട്ടിക്ക് മരിക്കുന്നത് വരെ പ്രണയം വേണം. ചൂടുള്ള 5000 പേരെ കല്യാണം കഴിച്ചായിരുന്നു. അവര് പ്രണയിച്ചായിരുന്നു. എന്താ ഞങ്ങളുടെ മന്ത്രി ചെയ്ത് തെറ്റ്? വർഗീയത ചെയ്തോ? ഇവിടെ അതല്ല പ്രശ്നം. നിങ്ങളുടെ ആൾക്കാർക്ക് ഇമാതിരി തൊട്ടിത്തരം കാണിക്കുമ്പോഴത്തേക്ക് ചോദ്യം ചെയ്യരുതല്ലേ? ഞങ്ങളുടെ ബാക്കി ആരുടെയും കാര്യമാണെങ്കിൽ ഉടനെ നിങ്ങൾ മുണ്ടിപ്പൊക്കി ഓടുമല്ലോ. ഉടുതുണി ഇല്ലാതെ പിടിച്ചു ഭാര്യ, അറിഞ്ഞായിരുന്നോ? ഉടുതുണി ഇല്ലാതെ. അതിന്റെ വീഡിയോയും ഫോട്ടോയും ആണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ പിന്നെ ഗണേശൻ മന്ത്രി ഒന്ന് വേർക്കുമല്ലോ. ഭാര്യയുടെ കാലല്ല, ഭാര്യയുടെ അമ്മയുടെ അച്ഛന്റെയും കാല് വരെ പിടിക്കും. അത് CPM പറഞ്ഞല്ലോ ധാർമ്മികതമായ പ്രശ്നമുണ്ടെന്ന്. അയ്യോ, എന്നിട്ട് എന്താ നിങ്ങൾ നടപടി എടുക്കാത്ത? ഇവിടെ അതൊന്നും അല്ല പ്രശ്നം. നിങ്ങളുടെ മന്ത്രി 5000 പേരെ പ്രണയിക്കുവോ, അവരുടെ കൂടെ പോവുകയോ, പോയി കിടക്കുക, അതൊക്കെ അങ്ങേറെ കാര്യം. നമുക്കറിയേണ്ട കാര്യമില്ല. നമുക്കിവിടെ അറിയേണ്ട കാര്യം അയാളുടെ ഭാര്യയെ പേഴ്സണൽ സ്റ്റാഫുകളെ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു മന്ത്രി. പ്രശ്നമല്ലേ അത്? അതെ, നിർത്തൂ. ഇടയ്ക്ക് കയറി സംസാരിച്ചു കഴിഞ്ഞാൽ അടിച്ച് ഞാൻ പല്ല് കൊഴിക്കും കേട്ടോ. കിട്ടിയിട്ടില്ല. റിട്ടേൺ കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആദ്യം റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും കിട്ടിയില്ലായിരുന്നല്ലോ അല്ലേ? ഇമെയിൽ വഴി. ഇവിടെ അവര് പോലീസിനെ വിളിച്ചായിരുന്നു. ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു, 112ലേക്ക്. എന്നിട്ട് പോലീസ് വന്നിട്ട് മന്ത്രി ആയതുകൊണ്ട് വന്ന് ഇങ്ങനെ നിന്നിട്ട് തിരിച്ചുപോയി. അവരുടെ കയ്യിൽ നിന്ന് ഫോൺ ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ഇതൊന്നും അവർ നിഷേധിച്ചിട്ടില്ല കേട്ടായിരുന്നു. കോംപ്ലിമെന്റ്സ് ആയതൊക്കെ ഓക്കെ, പക്ഷെ ഈ ആരോപണങ്ങളൊന്നും അവർ നിഷേധിച്ചിട്ടില്ല. ഭാര്യ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു.
അവരെ മുറിയിൽ പൂട്ടിയിടാൻ ശ്രമിച്ചു. പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ച് അവരെ മർദ്ദിക്കാൻ ശ്രമിച്ചു. ഒരു മന്ത്രി സ്വന്തം ഭാര്യയെ അവരുടെ വീട്ടിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു. ഗാർഹിക പീഡനം, ശാരീരിക പീഡനം വകുപ്പ് വേറെയാ. മനസ്സിലായോ? വകുപ്പ് വേറെയാ. ഇവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്, എവിടെ നിങ്ങളുടെ സഖാത്തികൾ കിടന്ന് കുരച്ചിരുന്ന മറ്റേ അതിജീവിതകൾ ചെസ് നമ്പർ 1, 2, 3, 4 വേണ്ടിയൊക്കെ കരഞ്ഞ നിങ്ങളുടെ സഖാത്തികൾ എവിടെ? സഖാത്തികൾ എവിടെ? എവിടെ? ശ്രീമതി എവിടെ? അളന്ന് കഴിഞ്ഞില്ലേ? പറ. ശൈലജ ടീച്ചർ എവിടെ? പറ. PP ദിവ്യയും ചിന്താ ജെറോമും ആര്യ രാജേന്ദ്രനും തുടങ്ങി നിങ്ങളുടെ ബിന്ദുവും മറ്റേ അവരൊക്കെ ചിഞ്ചു റാണിയൊക്കെ എവിടെ? മാനവരെ ഇവരുടെ ഒരു സഖാത്തികളെയും കാണാനില്ല. ഇവരുടെ ഒരു സഖാത്തികളെയും കാണാനില്ല. മാനവരെ ഇവരുടെ അണ്ണാക്കിലെ പിരിവെട്ടി. മാനവരെ അങ്ങനെയല്ല, ഞങ്ങളുടെ പെൺപട ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ നിങ്ങളുടെ പെൺപട ആട്ടി വിടും പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ. ഞങ്ങൾ എന്തെങ്കിലും പറയാൻ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ അവര് ഭാര്യയും ഭർത്താവും പറഞ്ഞ കാര്യങ്ങൾ കോംപ്ലിമെന്റ് ആക്കി എല്ലാം കോംപ്രമൈസ് ആക്കി. ഇനി ഞങ്ങൾ എന്ത് പറയണം? പറ. അവരുടെ കുടുംബകാര്യത്തിൽ ഞങ്ങൾ എന്തിനു ഇടപെടണം? വല്ലവരും കുടുംബകാര്യത്തിൽ വല്ലവരുടെയും കുടുംബത്തിൽ കയറുന്ന ചെല്ലുന്ന എന്തിനാണോ? നിങ്ങൾ എത്ര പേരുടെ കുടുംബ കണക്കിടണോടോ? പറയണോടോ? നിങ്ങൾ എത്ര കുടുംബക്കാരുടെ വീട്ടിലോട്ട് കയറി ചെന്നു എന്നുള്ളതിന്റെ ലിസ്റ്റ് പുറത്തോട്ട് വിടണോ? അതെങ്ങനെ കുശുബാകുന്നത്? അവര് ശ്രീലേഖ, അതായത് അവരൊരു BJP കൗൺസിലർ ആയിപ്പോയി കഷ്ടകാലത്തിന്. അവരെങ്ങനെ ഇടപെടാതിരിക്കും? അവരുടെ നാത്തൂനാണ്, അവരുടെ ശ്രീലേഖയുടെ ഭർത്താവിന്റെ സഹോദരിയാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ. അപ്പൊ പിന്നെ അവരുടെ കുടുംബകാര്യമല്ലേ, അതിനകത്ത് അവർ ഇടപെടത്തില്ലേ? അതൊക്കെ പോട്ടെ. ഇതേ മറ്റേ നിങ്ങളുടെ ബിന്ദു, അതായത് ഗണേശന്റെ ഭാര്യ പറഞ്ഞല്ലോ, ബിന്ദു പിണറായി വിജയന്റെ മകളോട് വരെ ഞാൻ എന്റെ ദുഃഖങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഇത് പിണറായി നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തേ നടപടി എടുത്തില്ല? ഗാർഹിക പീഡനക്കാരനെതിരെ എന്തേ നടപടി എടുത്തില്ല? ഇയാളുടെ ചരിത്രം ഇതാണെന്ന് മുമ്പ് നമുക്കറിയാം. യാമിനി തങ്കച്ചി എടുത്തിട്ട് പൊതിച്ചതൊക്കെ നമുക്കറിയാം. അതിന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? മൂക്കും ചുണ്ടും കണ്ണും ഒക്കെ മുറിഞ്ഞ് പഴുത്ത് വീങ്ങിയിരിക്കുന്ന ഗണേശന്റെ പഴയ ചിത്രങ്ങളുണ്ട്. അവൾക്കൊപ്പം നിന്ന എന്തിനേറെ പറയുന്നു? സ്വന്തം തന്ത വരെ സംശയിച്ച ആളാ. എന്റെ ഭാര്യയെ എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് ഇവൻ എന്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ബാലകൃഷ്ണ പിള്ള വരെ ഗണേശന്റെ കാര്യത്തിൽ പറഞ്ഞത്. തന്ത വരെ പറഞ്ഞ ആളാണ്. സ്വന്തം സഹോദരി എനിക്ക് പോടോ, സ്വന്തം സഹോദരി വരെ എടുത്തിട്ട് കിളച്ച ആളാണ്. പവർക്കെട്ടില്ലാത്ത 10 വർഷം ഞാൻ പറയാം. എനിക്ക് പോടോ, പവർക്കെട്ടില്ലാത്തത് മൂലമറ്റത്ത് നമ്മള് ആണി അടിക്കുമ്പോൾ അങ്ങോട്ടാ കാര്യം. ഞാൻ പറയാം. അതായത് ഗണേഷ് കുമാറിന്റെ സഹോദരി, സ്വന്തം സഹോദരി മുൻപ് വന്ന് എന്ന് പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാ? അച്ഛനെ പറ്റിച്ച് വിൽപത്രം മറ്റേ തിരുത്തി. മറ്റൊരു കാര്യം, ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ സോളാറിന്റെ ഒരു വിവാദ കത്തുണ്ടല്ലോ, അതിനകത്തിലെ 4 പേജ് എഴുതി ചേർത്തു. 4 പേജ് ഗണേശന്റെ ഗുണവധികാരങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. മറ്റൊന്ന്, നടി ശ്രീവിദ്യയെ പറ്റിച്ച് അവരുടെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റി. സ്വന്തം സഹോദരി തന്നെ ഇതൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ സഹോദരി നടത്തിയത് വീടിന്റെയും കുടുംബത്തിന്റെയും അഭിമാനം അതായിരുന്നു അച്ഛന് വലുത്. അതുകൊണ്ട് ഗണേശന്റെ ചുറ്റിക്കളികൾക്ക് കാശ് കൊടുത്ത് അച്ഛൻ ഒതുക്കേണ്ടി വന്നു. സോളാർ നായികയ്ക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്വന്തം കുടുംബക്കാര് തന്നെ വിളിച്ചു കൂവിയ കാര്യങ്ങളാ. ഞങ്ങൾക്ക് പ്രണയമാണ് എല്ലാവരോടും. ആരെയും വെറുപ്പിക്കാൻ പറ്റില്ല. ഇതിന് 5000 പേരോടൊക്കെ പ്രണയം എന്നല്ല നമ്മൾ അതിനെ പറയുക. നാട്ടിൻപുറത്തൊരു ഭാഷ പറയും, ഞാനത് പറയുന്നില്ല. എൻ്റെ മാന്യത വെച്ചിട്ട് ഞാനത് പറയുന്നില്ല. ഒരു എളുപ്പവും ഇല്ലാതെ വന്ന് നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുക എനിക്ക് പ്രണയമുണ്ട്. 5000 പേരെ ഏതെങ്കിലും പെൺവിഷയം എടുത്തോണ്ട് വരും. ആരാ എടുത്തോണ്ട് വന്നത്? എന്തിയെ കപ്പ്? എന്തിയെ നിങ്ങളുടെ മുഖ്യൻ ചായ കുടിച്ച കപ്പ് എറിഞ്ഞുടക്കും. നാട്ടുകാർ മുഴുവൻ എറിഞ്ഞുടച്ചോണ്ടിരിക്കുക. അതെ, കുടുംബത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരത്തെ കുടുംബത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് കൂടും. ഇതുപോലെ ഒരു പെണ്ണുപിടിയനാണെന്നുള്ളത് പണ്ടേ നാട്ടുകാർക്ക്, കേരളത്തിലെ സകലമാന ആൾക്കാർക്കും അറിയാം പെണ്ണുപിടിയനാണെന്ന്. എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്നവൻ, സ്വന്തം കുടുംബക്കാരെ പറ്റിക്കുന്നവൻ, വിശ്വസിച്ചവരെ മുഴുവൻ പറ്റിച്ചവൻ. അതുപോലെ ഒരുത്തനെയാണ് സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ച് കൊണ്ട് നടക്കുന്നത്. അതുപോലെ ഒരു വ്യക്തിക്കാണ് ഇനിയും കോൺഗ്രസ് സീറ്റ് കൊടുത്ത് പാലക്കാട് മത്സരിപ്പിക്കാൻ പ്ലാൻ ഇടുന്നത്. അടിയിൽ കൂടി മനസ്സിലാവുന്നുണ്ട്. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിലെ കോലെടുത്തിട്ട് പോരെ അടുത്തവന്റെ കണ്ണിലെ കരട് എടുക്കല്. അയ്യോ, അതാണ് കോല്. ഞങ്ങളുടെ വെറും കരട്. ഏത് ഗണേശനോ? ചരിത്രം വേണ്ടത്ര അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അധികം അടുത്തൊന്നും പോയി നിക്കണ്ട, നോക്കി ഗർഭം ഉണ്ടാക്കും. അയറ്റവാ. അതെ, രാഹുലിന്റെ അടുത്തൊന്നും പോയി നിക്കല്ലേ. പോവാണോ?
പോവാണോ? ആ കോഴിക്കൂടൊന്ന് അടച്ചേക്കൂ കേട്ടോ. കേട്ടോണ്ടിരിക്കാൻ പിന്നെ ഞാൻ കോഴി ചുമ്മാ കൊത്തിപ്പായാതെ. കോഴികളുടെ കാര്യങ്ങൾ ഒലക്കട മൂട്. ഒലക്കട മൂട്.